തൻ്റെ സുവിശേഷം 19 അധ്യായം 25 വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെ കുറിച്ചു വെക്കും. കുരിശിന് താഴെ അവൻ്റെ അമ്മ നിന്നിരുന്നു. സൗമ്യമായും ലളിതമായും അമ്മ മറിയം നമ്മൾ ഓരോരുത്തർക്കും ആരാണെന്നുള്ള യോഹന്നാൻ്റെ ഓർമ്മപ്പെടുത്തലാണത്. കുരിശിന് താഴെ അമ്മയുണ്ടായിരുന്നു. ചേർത്ത് നിർത്തുന്ന അമ്മ, ആശ്വസിപ്പിക്കുന്ന അമ്മ, സാന്ത്വനപ്പെടുത്തുന്ന അമ്മ. നമ്മളുടെ ജീവിതത്തിൽ അമ്മ മറിയത്തിൻ്റെ സ്ഥാനം അതാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സമ്മാനവുമാണ് സഹനങ്ങളുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വേദനകളിൽ ഒറ്റയ്ക്കായിപ്പോയി എന്ന് തോന്നുമ്പോൾ സാരമില്ലെന്ന് പറയാനും ചേർത്ത് നിർത്താനും കൂടെയുണ്ട് കേട്ടോ എന്ന് ഉറപ്പ് കൊടുക്കാനും ഒരാളുണ്ടാവുക എന്നത്. സ്വർഗം നമുക്ക് തന്നത് അങ്ങനെ ഒരു സമ്മാനത്തെയാണ്. നമ്മളുടെ കൂടെയുള്ള ഒരമ്മ, നമ്മെ ഉപേക്ഷിക്കാത്ത ഒരമ്മ. നിന്റെ സന്നിധിയിൽ അർപ്പിച്ച ഒരു പ്രാർത്ഥനയും പാഴായി പോയിട്ടില്ല എന്ന് നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മൾ വീണ്ടും ആവർത്തിച്ച് ചൊല്ലുന്നതും അതുകൊണ്ടാണ്. സ്വർഗം നമുക്ക് തന്ന ഈ കൂട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മരുഭൂമി പ്രയാണത്തിലും നമ്മളുടെ കൂടെ നിൽക്കും, നമ്മളെ കൈപിടിച്ച് നയിക്കും, നമ്മെ സ്നേഹത്തിൻ്റെ മേലങ്കി കൊണ്ട് പൊതിഞ്ഞു പിടിക്കും. അമ്മ മാതാവിൻ്റെ ജനന തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ അമ്മ മാതാവിൻ്റെ ജീവിതം പോലെ അവരുടെ ജീവിതത്തിൽ സഹനത്തിൻ്റെ നിമിഷത്തിൽ കേട്ടിരിക്കുന്ന സുഹൃത്തായി മാറാൻ, പ്രാർത്ഥനയുടെ ബലം നൽകുന്ന സുഹൃത്തായി മാറാൻ നമുക്കും പരിശ്രമിക്കാം. പ്രാർത്ഥനകൾ സ്വർഗത്തിൽ അമ്മ വഴിയെത്തുമ്പോൾ അത് പാഴായി പോകുന്നില്ല. അമ്മ മാതാവ് തൻ്റെ മധ്യസ്ഥം വഴി നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.